ഇതാട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. കിച്ചണും കാര്യങ്ങളും ഉള്ള ഒരു ഹോളാണ് ആദ്യമായിട്ടുള്ളത്. നല്ല പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട് ഭിത്തിയിൽ. അതുകൊണ്ട് ഇവിടെ ഇതാണ് ഒരു റൂം. ഇതിനകത്തു നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. നമ്മുടെ സർഫേസ് പാരഡൈസിൻ്റെ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് എൻ്റെ ഇവിടുന്ന്. അതുപോലെ ഒരു സിറ്റ് ഔട്ട് കൂടെ ഉണ്ട്. പക്ഷേ ഇത് ലോക്ക്ഡ്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഇവിടെ ഇരിക്കാം, AC-ക്കകത്തുനിന്ന് പുറത്തിറങ്ങി ചെറിയ ചൂടും കാറ്റും ഒക്കെ അടിച്ചിരിക്കാം. ഇത് തുറന്നു കിടക്കുമായിരുന്നു അല്ലേ? അത് തുറക്കായിരുന്നു. ഇത് വേണേൽ അടച്ചു വിടും. ഇതിന് മുമ്പത്തെ താമസക്കാരാണ്ട് അത് തുറന്നിട്ടതാണ്. ഞാൻ ഈ റൂം അല്ലെങ്കിൽ ഈ ടൈപ്പ് റൂം എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബാൽക്കണി ആകുമ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. അതായത് ഓപ്പൺ ബാൽക്കണി ഒന്നും ഇല്ല. നമുക്ക് പിള്ളേർക്കാണെങ്കിലും സേഫായിട്ട് ഇതിൽ നടന്ന് കളിക്കാം. ആരും പുറത്തോട്ട് പോവുകയില്ല. ഇതാണ് രണ്ടാമത്തെ റൂം. ഇതിനകത്ത് 2 സിംഗിൾ ബെഡാണ്. കട്ടനും കാര്യങ്ങളൊന്നും അങ്ങോട്ട് പൊക്കിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പുറത്തെ കാഴ്ചകളൊന്നും വരാത്തത്. ഈ റൂമിൽ നിന്നാണെങ്കിലും സീ വ്യൂ തന്നെ, അല്ലെങ്കിൽ ഓഷ്യൻ വ്യൂ തന്നെ അല്ലേ? മനോഹരമായ കാഴ്ചകളാണ്. 46ാമത്തെ നിലയിലാണ് കേട്ടോ ഞങ്ങളുള്ളത്. അപ്പം അത്യാവശ്യം നല്ല ഉയരത്തിലാണ്. നല്ല പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഓക്കെ. ഇതിനകത്താണ് വാഷിംഗ് മെഷീൻ, ഡ്രയർ, അയൺ ബോക്സ് ഒക്കെ ഉള്ളത്. അതുപോലെ ഇവിടെ ഈ റൂമിന് ഒരു ടോയ്ലറ്റ് ഉണ്ട് അല്ലേ? ടോയ്ലറ്റും ഷവറും ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഈ കിച്ചണകത്താണെന്നെങ്കിൽ നോക്കിയാൽ മൈക്രോവേവ് ഉണ്ട്, ഓവൻ ഉണ്ട്, അതുപോലെ ഡിഷ് വാഷർ ഉണ്ട്, സിങ്ക് ഉണ്ട്, 2 ഡിഷ് വാഷർ ഉണ്ട്, ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. കോഫി മെഷീൻ ഉണ്ട്. ഇഷ്ടംപോലെ സംഭവമാണ്. ഇതിവിടെ ഇരിക്കുന്ന മെയിൻ ലോഞ്ച് റൂമിലാണെങ്കിൽ ഒരു ടിവിയും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് പുറത്തോട്ടുള്ള വ്യൂ. താഴെ വേണ്ട ബീച്ച്, അങ്ങ് താഴെ റോഡും കാര്യങ്ങളും. അതുപോലെ ഇതൊരു സ്പാ അപ്പാർട്ട്മെൻറ്റ്. അപ്പം വേണ്ട അതിൻ്റെ സ്പായും സംഭവങ്ങളും ഞാൻ കാണിച്ചിരുന്നു. എളുപ്പമായിട്ട് എനിക്ക് ഇതാണ് സ്പാ. കൂടാതെ ഷവറുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, കുറേ കബേർഡുകളും കാര്യങ്ങളും ഉണ്ട്. പുറത്തോട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിമനോഹരമായ ദൃശ്യം. മൊത്തം ടിവിയും തന്നെ ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ എന്താണ്ട് ഒരു 5-6 കെട്ടിടങ്ങൾ ഏകദേശം ഒരു 90 നില ലെവലിലുള്ള കെട്ടിടങ്ങളാണ്. അതുപോലെ ബീച്ചാണല്ലോ, നല്ല രസമുള്ള ബീച്ചാണ്. ഇത് രാത്രിയിൽ ഞങ്ങൾ അതിൻ്റെ മെയിൻ എൻട്രൻസിൽ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോബിയായി കാണുന്നത്. ലൈറ്റിലായിട്ട് അതിനകത്ത് തന്നെ ചെറിയ വെള്ളം കൊണ്ടുള്ള സംവിധാനം, പൂള് പോലെയൊക്കെ ഉണ്ടാക്കി ഭയങ്കര രസമായിട്ടോ ചെയ്യുന്നത്. ലൈറ്റുകളൊക്കെ ആണല്ലോ അതിമനോഹരമാണ് ഈ ലോബിയിൽ കേട്ടോ. എപ്പോഴും ആളുണ്ട്, 24/7 ആൾക്കാരുണ്ട് അവിടെ. ഇവിടെ വന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നതും ചെക്ക് ഔട്ട് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ ലോബിയിൽ നിന്ന് പയ്യെ പുറത്തോട്ട് കാണുന്നത് ഇതിൻ്റെ പുറത്തെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാമെന്ന് വെച്ചിരുന്നത്. ഇതിപ്പോൾ ആ പൂളൊക്കെയുള്ള മെയിൻ ഏരിയയിലോട്ട് ഞങ്ങൾ വന്നാൽ ഇവിടെ 2-3 ടൈപ്പ് തരം പൂളുണ്ട് കേട്ടോ. ഇതാണ് ആ കെട്ടിടത്തിൻ്റെ മുകളിലോട്ടുള്ള ദൃശ്യം കേട്ടോ. പൂളിലെല്ലാം വെളിച്ചമെല്ലാം കൊടുത്ത് നല്ല രസമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്കും പയ്യെ പൂളിലോട്ട് ഞങ്ങളൊന്ന് ഇറങ്ങി. വലിയ ആഴമുള്ള പൂളൊന്നുമില്ല, ഒരു 5 അടിയൊക്കെ പൊക്കമേ ഉള്ളൂ, 5 അടിയൊക്കെ വെള്ളമുള്ളൂ. കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. പൂള് തന്നെ 2-3 പൂളുണ്ട് കേട്ടോ അവിടെ. ആഴമുള്ള പൂളും ആഴം കുറഞ്ഞ പൂളും നമുക്ക് നീന്തി കളിക്കാവുന്ന പൂളും എല്ലാം ഉണ്ട്. പല ടൈപ്പ് പൂളുണ്ട്. അതുപോലെ ഹീറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പയ്യെ ഇവിടെ തിരക്ക് കുറഞ്ഞൊരു പൂളിൽ ഇറങ്ങിയതാണ്. ജോഷുവയ്ക്കാണെങ്കിലും വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് പേടിയാണ് നീന്തൽ അറിയത്തില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാനും അവനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ കളിക്കുമായിരുന്നു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ട്രാമിൻ്റെ ട്രാക്ക് കാണാം കുറേ ദൂരത്ത് തൊട്ട്. അപ്പം ഞാനിങ്ങനെ പയ്യെ ട്രാം വരുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ജോഷുവാനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുമായിരുന്നു.
ഇതാണെങ്കിൽ നല്ല സേഫായിട്ടുള്ള സ്ഥലമാണ്. ഗ്ലാസ്സിനകത്തൂടെ ഇത് കാണാം. അങ്ങ് തൊട്ട് കണ്ടോ, അത്ര അങ്ങ് ദൂരെ നിന്ന് വരുന്നത് തന്നെ നമുക്ക് കാണാം. ഇതിൻ്റെ 2 സ്റ്റേഷൻ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ട്രാമിൻ്റെ റോഡ് ഈ പറഞ്ഞ പോലെ സാധാരണ വണ്ടികളുമായിട്ട് ഷെയർ ചെയ്യുന്നുമുണ്ട്. അതുപോലെ നമ്മുടെ നേരെ മുമ്പുള്ളൊരു ബിൽഡിങ്, അതായത് 50 നിലയാണ്ടേ ഉള്ളൂ, അത് നമ്മുടെ താഴെയായിട്ട് നമുക്ക് തോന്നുന്നു. അതുപോലെ ഒത്തിരി ടെന്നീസ് കോർട്ടുകളൊക്കെ ഉണ്ട് ഈ താഴെയുള്ള ബിൽഡിങ്ങുകൾക്കകത്ത്. അതുപോലെ ബിൽഡിങ് പണിയാനുള്ള സൈറ്റുകളും കാര്യങ്ങളും പലയിടത്തും ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കൺസ്ട്രക്ഷൻ ബൂം വരുന്ന ഒരു സ്ഥലമായത് കേട്ടോ. അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് നമ്മുടെ ട്രാം എവിടം വരെ ആയെന്ന് നോക്കട്ടെ. ഈ ട്രാം ട്രാക്കിന് 2 സൈഡിലും കടകളാണ് കേട്ടോ. ഇഷ്ടം പോലെ കടകളും ഈ പറഞ്ഞ പോലെ ഹോട്ടലുകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെയാണ് ഉള്ളത്. ട്രാം എത്തിയിട്ടില്ല. ട്രാം അടുത്ത് അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. അതല്ലേ അവിടെ സ്റ്റോപ്പിൽ നിൽക്കുക. ട്രാമിൻ്റെ സ്റ്റേഷനുണ്ട്, അവിടെ നിർത്തിയിരിക്കുക. ആൾക്കാർ അവിടെ ഉണ്ട്. കുറച്ച് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ എന്നാളും രാവിലെ. അത് വയ്യ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. റോഡുകളിലാണല്ലോ നോക്കി. ഇവിടെ ഗോൾഡ് കോസ്റ്റ് വന്നെങ്കിൽ ഒരു ശകലം കൺഫ്യൂസിങ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല റോഡുകളും ഈ ട്രാം പോകുന്ന ഇതുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രാമിൻ്റെ ഇതിൽ കൂടെ നമ്മൾ പല സ്ഥലത്തും പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഡയറക്ഷൻസ് എല്ലാം കൃത്യമായിട്ടുണ്ട്. അത് നോക്കി അങ്ങ് ഓടിച്ചാൽ മതി. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വയ്യ ബീച്ചിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. ഇത് ബീച്ച് നോക്കി കഴിയുമ്പോൾ കാണുന്ന വലിയ കെട്ടിടങ്ങളാവട്ടോ. അതിലാ ഇളം നീല നിറത്തിൽ കാണുന്ന വേണ്ടത് കണ്ടോ, അതാണ് നമ്മുടെ ഏറ്റവും പൊക്കമുള്ള ബിൽഡിങ്. അതാണ് ഞങ്ങൾ താമസിച്ച ബിൽഡിങ്. ബീച്ചാണല്ലോ നല്ല അടിപൊളി. ഇന്നിപ്പോൾ ഇത്രയും വലിയ തിരക്കൊന്നുമില്ല, ഒത്തിരി ആൾക്കാരൊന്നുമില്ല എന്നാലും. അങ്ങനെ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പ്ലെയിനേൽ എന്തോ ഒരു മെസ്സേജും പുറത്തേക്ക് കൊണ്ട് പോകുന്നുണ്ട്.